ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടൊക്കെ ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചിങ്ങമാസമൊക്കെ വരാൻ പോകല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് ഡ്രസ്സിൻ്റെ മെറ്റീരിയൽസ് ഷോപ്പ് ചെയ്യാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ കുറേ കടകളിലൊക്കെ കയറി, പക്ഷേ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് ഒന്നും കിട്ടിയില്ല. അങ്ങനെ ഞാൻ തിരിച്ചു പോകാമെന്ന് വെച്ചപ്പോഴാണ് നമ്മുടെ കരുനാഗപ്പള്ളിയിൽ ഒരു ഷോപ്പിൻ്റെ ഫ്ലെക്സ് കണ്ടത്. അങ്ങനെ ജസ്റ്റ് അവിടെ കയറി. അപ്പോൾ ആ ഷോപ്പിന് ഇനാഗുറേഷൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. അവിടെ ഇനാഗുറേഷൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നതേ ഉള്ളൂ. അവരുടെ പ്രോഡക്റ്റ് മെറ്റീരിയൽസ് എല്ലാം അടുക്കി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഞാൻ അവിടെ കയറിയിട്ട് നോക്കിയപ്പോൾ നിറയെ മെറ്റീരിയൽസ് മാത്രമേ ഉള്ളൂ. മെറ്റീരിയൽസിന് വേണ്ടി മാത്രമായിട്ടുള്ളൊരു ഷോപ്പാണ്. അപ്പോൾ ഞാൻ കരുനാഗപ്പള്ളി ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ മെറ്റീരിയൽസിന് വേണ്ടി മാത്രം ഒരു ഷോപ്പ് കാണുന്നത്. ഇവിടെ നമുക്ക് ഡെയിലി യൂസിന് പറ്റുന്ന മെറ്റീരിയൽസ് തൊട്ട് വെഡ്ഡിങ് കളക്ഷൻസ് വരെ ഉണ്ട് കേട്ടോ. നല്ല ഹെവി വർക്ക് ചെയ്ത മെറ്റീരിയൽസ് വരെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇങ്ങനെ നോക്കിയപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ തിളക്കം മാത്രം. നമ്മളിങ്ങനെ മെറ്റീരിയൽസിൻ്റെ കടകളിലൊന്നും കയറിയിട്ടില്ലാത്തതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ തോന്നിയത്. അപ്പോൾ ഞാൻ സാധാരണ ഇങ്ങനെ ഹൈദരാബാദ്, ഡൽഹി, ബാംഗ്ലൂർ, ചെന്നൈ ഇവിടെയൊക്കെ ഇങ്ങനെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് മെറ്റീരിയൽസിന് വേണ്ടി മാത്രമുള്ള ഷോപ്പുകളുടെയൊക്കെ. അല്ലാതെ ഞാൻ അങ്ങനെ എങ്ങും മെറ്റീരിയൽസിന് വേണ്ടി മാത്രം കയറിയിട്ടില്ല. നമ്മൾ നോർമലി ഡ്രസ്സ് എടുക്കാൻ ചെല്ലുമ്പോൾ അവിടെ നമ്മൾ മെറ്റീരിയൽസിൻ്റെ ആ ഒരു സെക്ഷനിൽ കയറിയിട്ട് നമ്മുടെ സാരിയുടെ ബ്ലൗസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ മെറ്റീരിയൽസ് വാങ്ങിക്കുന്നതാണ്. ചുരിദാർ മെറ്റീരിയൽസ് അങ്ങനെയൊക്കെ കട്ട് ചെയ്ത് വാങ്ങിക്കുന്നല്ലാതെ ഇങ്ങനെ മെറ്റീരിയൽസിന് വേണ്ടി മാത്രമുള്ളൊരു കട ഞാൻ കണ്ടിട്ടേ ഇല്ല. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ടായിരുന്നു. പിന്നെ കുറേ വെറൈറ്റി കളക്ഷൻസ് ഞാൻ കണ്ടു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് സൽവാറൊക്കെ തയ്ക്കാൻ പറ്റുന്ന, ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന, നല്ല സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ലുക്ക് തരുന്ന, നമ്മൾ ഒരിടത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കും. അങ്ങനത്തെ കുറച്ച് അടിപൊളി ലുക്ക് തരുന്ന ഒരുപാട് കളക്ഷൻസ് ഞാൻ കണ്ടു. എനിക്കാണെന്നുണ്ടെങ്കിൽ ചുരിദാർ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമ്മുടെ കുർത്തി ടോപ്പ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ റെഡിമെയ്ഡ് വാങ്ങിക്കുന്നതിനോട് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. കാരണം എല്ലാം ഒരുപോലെയാണ്. ഒന്നെങ്കിൽ 3/4 സ്ലീവ് വരും, അല്ലെങ്കിൽ സ്ലീവ്ലെസ് ആയിരിക്കും. പിന്നെ അതിൻ്റെ കട്ടിങ് ഒക്കെ ഒരുപോലെയാണ്. നമ്മൾ ഒരു ചുരിദാർ സ്റ്റിച്ച് ചെയ്ത് അല്ലെങ്കിൽ ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഉള്ള ആ ഒരു പെർഫെക്ഷനോ അല്ലെങ്കിൽ അത്രയും ഭംഗി എനിക്കൊരു റെഡിമെയ്ഡ് ഡ്രസ്സിന് തോന്നത്തില്ല. അതായത് ചുരിദാറിൻ്റെ കേസല്ല, ബാക്കി ഡ്രസ്സിൻ്റെ ഒന്നും കുഴപ്പമില്ല. പക്ഷേ ചുരിദാർ ആ ഒരു സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കാണുന്ന ഒരു ഭംഗി നമുക്ക് റെഡിമെയ്ഡിൽ അത്രയും വരത്തില്ല. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് സ്ലീവ് ഒക്കെ വെക്കാനൊക്കെ പറ്റും. അതുപോലെ അജ്രക്കിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഞാൻ ആകെപ്പാടെ ഒരു റെഡ്, ബ്രൗൺ അങ്ങനെ 2-3 ഷെയ്ഡ് അജ്രക് കളക്ഷൻസാണ്. പിന്നെ ഒരു ബ്ലൂ ഇതേ കണ്ടിട്ടുള്ളൂ. ഇവിടെ കുറേ അജ്രക്കിൻ്റെ കളക്ഷൻസ് ഉണ്ട്. അതിൽ തന്നെ മിറർ വർക്ക് വന്ന കളക്ഷൻസൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് വെഡ്ഡിങ്ങിനൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ നെറ്റിനകത്ത് തന്നെ ഭയങ്കരമായ വർക്ക്, അതായത് ഹെവി വർക്ക് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. പിന്നെ സൽവാർ തന്നെ ഒരു ലോ കോസ്റ്റ് തൊട്ട് ഭയങ്കര ഹൈ കോസ്റ്റിൽ നിൽക്കുന്ന അതേപോലെയുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് നല്ല വർക്ക് ചെയ്തിട്ടുള്ള സൽവാറിൻ്റെ കളക്ഷൻ, ഇതൊക്കെ സൽവാറിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ. അതിൻ്റെ തന്നെ പല കളർ ഷെയ്ഡ്സ് ഉണ്ട്. പിന്നെ എനിക്ക് ഇവിടെ തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്കേർട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മെറ്റീരിയൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അതിന് തന്നെ ചേരുന്ന കളർ സെലക്ട് ചെയ്ത് നമുക്ക് ടോപ്പ് അവിടുന്ന് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഒരു ഐഡിയയിൽ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് മാത്രമല്ല, നമ്മുടെ ബോർഡർ വെക്കുന്ന സാധനങ്ങൾ, അതിൽ ഡെക്കറേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ, അങ്ങനെ സ്വീക്വൻസ് വർക്കിൻ്റെത് അങ്ങനെയുള്ള സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല ഹെവി വർക്ക് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ. നല്ല ഭംഗിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ നമുക്കിത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊക്കെ നെറ്റിൽ സ്വീക്വൻസ് വന്നതാണ്. നെറ്റിൽ സ്വീക്വൻസ് വർക്കും ഉണ്ട്, നെറ്റിൽ സ്റ്റോൺ വർക്കും ഉണ്ട്. അതുപോലെ എനിക്ക് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ, ഇവിടെ സാരി നമുക്ക് കട്ട് ചെയ്ത്, അതായത് മീറ്ററിനനുസരിച്ച് ഇപ്പോൾ ഒരു 6 മീറ്ററൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു സാരി ആവത്തില്ലേ. അപ്പോൾ ആ ഒരു മീറ്റർ അനുസരിച്ച് നമുക്ക് സാരി വേണമെന്നുണ്ടെങ്കിൽ അവർ കട്ട് ചെയ്ത് തരും എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അങ്ങനെ എന്തോ പറയുന്നതായിട്ട് ഞാനിങ്ങനെ കേട്ടു. എനിക്ക് അത്രയും കറക്റ്റായിട്ട് ഞാനത് അന്നേരം ശ്രദ്ധിച്ചില്ല. പെട്ടെന്ന് വേറെ എന്തോ സംസാരിക്കുന്ന കൂട്ടത്തിൽ അങ്ങ് പോയി. അപ്പോൾ അങ്ങനെ നമുക്ക് വാങ്ങിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ ഇത് നമുക്ക് പട്ടുപാവാട തയ്ക്കാനും കുർത്തി തയ്ക്കാനും ഒക്കെ നമുക്ക് സൂപ്പറാണ് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ. ഇതിൻ്റെ തന്നെ പല കളർ ഷെയ്ഡ്സും ഉണ്ട്. അപ്പോൾ എൻ്റെ ചേട്ടന് ഇത് ഇഷ്ടപ്പെട്ടു. ഈ ഒരു കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഒരു മജന്ത പോലെ വരുന്നത്. എനിക്ക് പക്ഷേ ഇതിനേക്കാളും ഇഷ്ടപ്പെട്ടത് വേറൊരു കളറാണ്. അപ്പോൾ അത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഈ ഒരു കളറ്. ഇത് ഞാൻ കുറേ നാൾ മുന്നേ, എനിക്ക് തോന്നുന്നു ഒരു വർഷം മുന്നേ ഞാനൊരു സ്കേർട്ട് ആൻഡ് ടോപ്പ് തയ്ക്കാനായിട്ട് ഈ ഒരു കളറ് ഞാൻ തപ്പി കുറേ നടന്നു. പക്ഷേ ഇതൊരു റെയറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ തന്നെ ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്നൊരു കളറുണ്ട്, അത് മിക്കപ്പോഴും ഷോപ്പിലൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്നത് ഞാൻ എങ്ങും കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാ കളേഴ്സും ഉണ്ട്. ഇപ്പോൾ പിങ്കിൻ്റെ തന്നെ പല പല ഷെയ്ഡ്സ് ഉണ്ട്, ബ്ലൂവിൻ്റെ പല പല ഷെയ്ഡ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് കിട്ടാത്ത കുറച്ച് റെയർ കളേഴ്സൊക്കെ നമുക്കിവിടെ ഉണ്ട്. ഇതൊക്കെ കുർത്തിയുടെ ടോപ്പൊക്കെ തയ്ക്കാനായിട്ട് സൂപ്പറാണ് കേട്ടോ. അങ്ങനത്തെ കുറേ ഉണ്ട്. പിന്നെ ഗൗൺ തയ്ക്കാൻ പറ്റുന്നത്, ഇപ്പോൾ നമ്മളെല്ലാവരും ഗൗൺ, മിഡി, ഫ്രോക്ക് ഇങ്ങനത്തെ ഡ്രസ്സാണല്ലോ ഇപ്പോൾ അത്യാവശ്യം എല്ലാവരും യൂസ് ചെയ്യുന്നത്. പണ്ടത്തെ അത്രയും ചുരിദാർ ആരും ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ എല്ലാവരും ഫ്രോക്ക്, ഗൗൺ അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫ്രോക്കും ഗൗണൊക്കെ സ്റ്റിച്ച് ചെയ്യിക്കാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇതൊക്കെ.
അതുപോലെ മിഡി സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഈ ഒരു മെറ്റീരിയൽസ് പൊളിയായിരിക്കും. നമുക്ക് മുട്ടിൻ്റെ താഴെ വരെ നിൽക്കുന്ന രീതിയിൽ മിഡി ചെയ്യാനും മിഡി ഫ്രോക്ക് ചെയ്യാനും ഒക്കെ സൂപ്പറാണ്. അങ്ങനത്തെ കുറേ കളക്ഷൻസ് അതിൻ്റെ പല കളർ ഷെയ്ഡ്സും പല ഡിസൈന് പല പാറ്റേണിൽ വരുന്നതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ആ ഒരു ത്രെഡ് വർക്ക് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ഡ്രസ് മെറ്റീരിയൽസിന് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. എല്ലാ കളർ ഷെയ്ഡ്സും ഉണ്ട്. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. എല്ലാ കളർ ഇപ്പോൾ റെഡ്, ഗ്രീന്, ബ്ലാക്ക്, ബ്ലൂ എല്ലാത്തിൻ്റെയും ആ ഒരു സ്വീക്വൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ നമ്മുടെ സ്കേർട്ടിൽ നമ്മളിടുന്ന ഒരു കുണുക്ക് പോലത്തെ ഒരു സാധനമില്ലേ, അതിനെന്താണ് പറയുന്നതെന്ന് എനിക്കറിയാൻ വയ്യ. നമ്മൾ സാധാരണ സ്കേർട്ടിലൊക്കെ വെക്കും. അപ്പോൾ എനിക്ക് സ്കേർട്ടൊക്കെ തയ്ക്കുന്ന സമയത്ത് നമ്മൾ ഫാൻസി കടയിൽ നിന്നാണ് അങ്ങനെ വാങ്ങിക്കുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഒരുപാട് കളക്ഷൻസോ അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിൻ്റെ കളറിന് മാച്ച് ആവുന്ന രീതിയിലൊന്നും വാങ്ങാൻ പറ്റില്ല. അപ്പോൾ സാധാരണഗതിയിൽ ഗോൾഡൻ കളറായിരിക്കും മിക്കപ്പോഴും കടകളിലുള്ളത്. അപ്പോൾ എല്ലാത്തിനും ഈ ഗോൾഡൻ കളർ ചേരുന്നത് കൊണ്ട് അത് തന്നെ വാങ്ങിച്ചിട്ട് നമ്മളങ്ങ് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോവുകയാണ്. പക്ഷേ ഇവിടെ എല്ലാ കളേഴ്സും ഉണ്ട് കേട്ടോ. അത് മാത്രമല്ല കുറച്ചുകൂടി വലിയ രീതിയിലുള്ള നല്ല ഹെവി സൈസിലുള്ളതും ഉണ്ട് കേട്ടോ. ഭയങ്കര ഹെവി സൈസിലുള്ളത് അതിൻ്റെ തന്നെ എല്ലാ കളേഴ്സും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇങ്ങനെ മെറ്റീരിയൽസിൻ്റെയൊക്കെ ഷോപ്പിൽ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ 2 എണ്ണം. ഇതിൻ്റെ എല്ലാ കളക്ഷൻസും ഉണ്ട് കേട്ടോ. നല്ല ഹെവി ആയിട്ടാണ് നമ്മൾ നല്ല ഹെവി ആയിട്ട് വർക്കൊക്കെ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ സിമ്പിളാണെങ്കിൽ പോലും നമ്മൾ സ്കേർട്ടിൻ്റെ കൂടെ നല്ല എന്താണ് ഫ്ലെയർഡ് ആയിട്ടുള്ള സ്കേർട്ടിനൊക്കെ ഈ ഒരു സാധനം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ അതിൻ്റെ അണ്ണൻ ചോദിച്ചത് എന്ത് സാധനം ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തു നമ്മുടെ സ്കേർട്ടിൻ്റെ ആ ഒരു ഇതിന് വള്ളിയിൽ ചേർത്ത് ഇടുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതാണ്. വേറെ ഇതിനെന്ത് ഉപയോഗം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ അങ്ങനെയാണ് ഇത് കണ്ടിട്ടുള്ളത്. ഇതിനെന്താണ് പറയുന്നതെന്ന് എനിക്കറിയാൻ കേട്ടോ. അറിയാവുന്ന ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം. സ്റ്റിച്ചിങ് അറിയാവുന്ന ആളുകൾക്കൊക്കെ സൂപ്പറാണ് കേട്ടോ. ഇങ്ങനെ മെറ്റീരിയൽസൊക്കെ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ദൂരെയൊക്കെ പോയിട്ടല്ലേ മെറ്റീരിയൽസ് ഷോപ്പ് ചെയ്യുന്നത്. ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ടുള്ള വർക്ക് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് കേട്ടോ. ഇപ്പോൾ ബ്ലാക്ക് കളറിലെ സ്കേർട്ടോ അല്ലെങ്കിൽ ബ്ലാക്ക് കളറിലെ ടോപ്പൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബോർഡറായിട്ടൊക്കെ നമുക്കിത് വെച്ച് കഴിഞ്ഞാൽ പൊള്ളിയായിരിക്കും കാണാനായിട്ട്. അതിൻ്റെ തന്നെ എല്ലാ കളേഴ്സും ഉണ്ട്. അതിൻ്റെ ബ്ലാക്ക് ഉണ്ട്. ബ്ലാക്ക് ആകുമ്പോഴത്തേക്കും ഒരു കോമൺ കളറാണ്. നമുക്ക് എല്ലാ കളേഴ്സിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു കളറാണ് ബ്ലാക്ക് കളർ. അപ്പോൾ ഓറഞ്ച്, റെഡ് ഇതിൻ്റെയൊക്കെ കൂടെ നമുക്ക് ബ്ലാക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ എല്ലാ കളറിലും നമുക്ക് ബോർഡർ വെക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്കത് സ്കേർട്ടിൻ്റെ ബോർഡറിലാണെങ്കിലും ടോപ്പിൻ്റെ ബോർഡറിലാണെങ്കിലും സ്ലീവിലും ഒക്കെ വെക്കാൻ പറ്റും. പിന്നെ നമുക്ക് നോർമൽ സ്കേർട്ട് തയ്ക്കാൻ പറ്റുന്നത്, നോർമൽ നമുക്ക് ഡ്രസ്സൊക്കെ തയ്ക്കാൻ പറ്റുന്നത്, നമുക്ക് എന്താണ് ചുടി, ബോട്ടം അങ്ങനത്തെ ഒക്കെ മെറ്റീരിയൽസ്. പിന്നെ കുറേ മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ. പല പല പാറ്റേണുള്ള മെറ്റീരിയൽസാണ്. ഇത് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇവർ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം കുറേയൊക്കെ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. ബാക്കി അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നടക്കുകയാണ്. അപ്പോൾ നാളെ, അതായത് ഓഗസ്റ്റ് 3-ാം തീയതിയാണ് ഈ ഒരു ഷോപ്പിൻ്റെ ഇനാഗുറേഷൻ വരുന്നത്. ഇത് നമ്മുടെ സ്വന്തം കരുനാഗപ്പള്ളിയിലാണ് ഈ ഷോപ്പുള്ളത്. കരുനാഗപ്പള്ളി SBM ഹോസ്പിറ്റലില്ലേ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നാളെ ഓഗസ്റ്റ് 3-ാം തീയതി 10:30-ക്കാണ് ഇവരുടെ ഷോപ്പിൻ്റെ ഇനാഗുറേഷൻ നടക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ചുരിദാർ മെറ്റീരിയൽസ് ആണ് കേട്ടോ. നമുക്ക് ലൈനിങ് ഇട്ടിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. നല്ല സൂപ്പറാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനൊക്കെ പറ്റുന്നതും അധികം റേറ്റുള്ള മെറ്റീരിയലൊന്നുമല്ല. പിന്നെ ഈ ഒരു ബ്ലൂ എന്ന് പറയുമ്പോൾ നമുക്ക് ലൈനിങ് ഇടേണ്ടി വരത്തില്ല കേട്ടോ. എനിക്കത് നോക്കിയപ്പോൾ ലൈനിങ് ഇടേണ്ടി വരത്തില്ല. കാരണം അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ബ്ലാക്ക് കളറിലൊരു സംഭവം ഉണ്ട്. അതുകൊണ്ട് തന്നെ ലൈനിങ് വേണ്ടി വരത്തില്ല. അതേ ഈ ഒരു മെറ്റീരിയലിനൊക്കെ നമുക്ക് ലൈനിങ് ഇടേണ്ടി വരും. അങ്ങനെയുള്ള കുറേ ചുരിദാർ മെറ്റീരിയൽസ് ഉണ്ട്. നമ്മുടെ ആവശ്യത്തിന് നമുക്ക് അവർ മീറ്റർ അനുസരിച്ച് കട്ട് ചെയ്ത് തരും. അങ്ങനത്തെ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോന്ന് വെച്ച് നോക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു ഷെയ്ഡ് ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ഷെയ്ഡും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഗ്രീനൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം അധികം നമ്മൾ കാണാത്ത കുറച്ച് റെയർ ആയിട്ടുള്ളൊരു കളറാണ് ഇത് ഈ ഒരു ബ്ലൂ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കുറേ ഒരു റെയറായിട്ട് നമ്മൾ കാണുന്നതാണ് ഈ ഒരു പാറ്റേണിലൊക്കെ വരുന്ന ഡ്രസ് കളക്ഷൻസൊക്കെ. പിന്നെ നമ്മുടെ പട്ടിൽ തന്നെ വരുന്ന കുറേ കളക്ഷൻസ് ഉണ്ട്. അതിൽ തന്നെ സിമ്പിൾ കളറിൽ വരുന്ന കളക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഹെവി ആയിട്ട് കുറച്ച് വർക്ക്, സ്റ്റോൺ വർക്കും ത്രെഡ് വർക്ക്, സ്വീക്വൻസ് വർക്ക് അങ്ങനെ വർക്ക് ചെയ്തുള്ള സാധനങ്ങളും ഉണ്ട്. അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. എനിക്ക് എല്ലാ മെറ്റീരിയൽസിൻ്റെയും പേരൊന്നും അറിയത്തില്ല. കുറേ സാധനങ്ങളുണ്ട്. നമ്മൾ ഓരോന്നും എടുത്ത് നോക്കുമ്പോഴാണ് നമുക്കതൊക്കെ അറിയാൻ പറ്റുന്നത്. ഇതൊക്കെ നല്ല പൊളിയാറുള്ള മെറ്റീരിയൽസാണ് കേട്ടോ. നമുക്ക് പലതും സ്റ്റിച്ച് ചെയ്യാനായിട്ടൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനൊക്കെ പറ്റുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ബ്ലൗസ് തയ്ക്കാനും, ഇത് സാരി അങ്ങനത്തെയൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നല്ല എന്താണ് 2 കളർ വരത്തില്ല അങ്ങനെയുള്ളതാണ്. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വർക്ക് വരുന്ന ഒരു ടൈപ്പ് മെറ്റീരിയൽ. റയോൺ ഉണ്ട്, ഷിഫോൺ ഉണ്ട്, കോട്ടൺ ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. പർദ്ദ മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ. പർദ്ദയൊക്കെ
സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന അത്തരം മെറ്റീരിയൽസ് ഉണ്ട്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇതൊക്കെയാണെന്ന് തോന്നുന്നു നമുക്ക് സാരിയായിട്ടൊക്കെ കട്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ വൈറ്റിലും അതുപോലെ ഓഫ് വൈറ്റിലും ഒക്കെ വരുന്ന കുറേ അധികം കളക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഓഫ് വൈറ്റ് ഒക്കെ ട്രെൻഡിൽ നിൽക്കുകയാണ്. അപ്പോൾ അതിലൊക്കെ നമുക്ക് അനാർക്കലിയൊക്കെ തയ്ക്കാനൊക്കെ പറ്റുന്ന, അങ്ങനെ നമ്മുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള കുറേ മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ. അനാർക്കലിയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഷോളിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട്. സിമ്പിൾ തൊട്ട് ഭയങ്കര ഹെവി കളക്ഷൻസ് വരെ ഷോളിൻ്റെ ഉണ്ട്. അതിൽ കുറച്ച് ഇത് നോർത്ത് ഇന്ത്യൻസ് നടത്തുന്ന ഒരു ഷോപ്പാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ആ ഒരു നോർത്ത് ഇന്ത്യൻ ടച്ചും കൂടി ഒരു ഷോപ്പിലുണ്ട്. കുറേ നോർത്ത് ഇന്ത്യൻ കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. നോർത്ത് ഇന്ത്യൻ കളക്ഷൻസ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ അതൊക്കെ ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ നമ്മൾ ഒന്ന് കുറച്ച് റെയർ ആയിട്ട് നിൽക്കും മറ്റുള്ളവരിൽ നിന്നും. അപ്പോൾ അങ്ങനെയുള്ള നല്ല ഹെവി വർക്കുള്ള ഷാളുകളും രാജസ്ഥാനി, ഗുജറാത്തി അവരുടെയൊക്കെ ആ ഒരു പ്രിൻ്റൊക്കെ വരുന്ന കളക്ഷൻസ് ഉണ്ടല്ലോ ഷോളിൻ്റെത്, അങ്ങനെയുള്ള കുറേ കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഇത് നല്ല ഹെവി ആയിട്ട് വരുന്ന ഷോളാണ്. അതിൻ്റെ മുകളിൽ കിടക്കുന്നതൊക്കെ കുറച്ചും കൂടി സിമ്പിൾ വർക്കുള്ള ഷോളാണ്. ഇത് നല്ല ഹെവി, നല്ല വെയിറ്റ് ഉണ്ട്, നല്ല സ്വീക്വൻസ് വർക്ക് ചെയ്തിട്ടുള്ള ഷോളാണ്. പിന്നെ അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള ഷോൾ കളക്ഷൻസ് ഉണ്ട്. ഈ ഒരു ഷോൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അനാർക്കലിയുടെ കൂടെ സൂപ്പർ ആയിരിക്കും. പ്ലെയിൻ കളർ അനാർക്കലിയോ അല്ലെങ്കിൽ പ്ലെയിൻ കളറായിട്ടുള്ള ലോങ് കുർത്തിയുടെ കൂടെയൊക്കെ ഇത് അടിപൊളിയായിരിക്കും. ഇത് എനിക്ക് തോന്നുന്നു ഒരു ബ്ലാക്ക് കളർ ഡ്രസ്സിൻ്റെ കൂടെ സൂപ്പർ ആയിരിക്കും കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ആ ഒരു നോർത്ത് ഇന്ത്യൻ ടച്ചുള്ള ഒരു ഷോളാണ് കേട്ടോ. ഇതിൻ്റെ എല്ലാ കളേഴ്സും ഉണ്ട്. നല്ല അടിപൊളിയാണ് കാണാനായിട്ട്, നല്ലൊരു ലുക്കാണ്. ആ ഷോള് മാത്രം മതി അതിൻ്റെ ഒരു ഭംഗി കൊണ്ടുപോകാൻ. അതുകൊണ്ട് തന്നെ പ്ലെയിൻ കളർ ഡ്രസ്സിൻ്റെ കൂടെ ആയിരിക്കും ഈ ഒരു ഷോള് അടിപൊളിയായിട്ട് പോകുന്നത്. കാരണം ആ ഷോളിന് അത്രയും വർക്ക് വരുന്നത് കൊണ്ട് അതിൻ്റെ തന്നെ എനിക്ക് ആ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ അതിൻ്റെ 2-3 കളേഴ്സ് എടുത്ത് നോക്കി. ഇത് യെല്ലോ കളറാണ് കേട്ടോ. ഇതും എനിക്ക് തോന്നുന്നു ബ്ലാക്കിൻ്റെ കൂടെ ആയിരിക്കും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അതിനകത്ത് ഗ്രീൻ ഉണ്ട്, വൈറ്റ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, റെഡ് ഉണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ കൂടുതൽ ബ്ലാക്കിൻ്റെ കൂടെ ആയിരിക്കും സൂപ്പർ. ഇതെനിക്ക് തോന്നുന്നത് വൈറ്റിൻ്റെ കൂടെ ആയിരിക്കും അടിപൊളി. നല്ലൊരു വൈറ്റ് കളറിൽ ഫ്ലെയർഡ് ആയിട്ടൊരു അനാർക്കലിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ പൊളിയായിട്ട് ഇത് പോകും. അല്ലെങ്കിൽ വൈറ്റ് കളറിലെ കുർത്തിയുടെ കൂടെയും ഇത് സൂപ്പറാണ്. അടിപൊളി ഒരു വർക്കൊക്കെ ചെയ്തിട്ടുള്ള ഷോളാണ് കേട്ടോ. നല്ലൊരു രസമാണ് അത് കാണാനായിട്ട്. എനിക്ക് ഈ ഒരു ഷോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ കുറേ കളക്ഷൻസ് എടുത്ത് നോക്കി. നല്ല രീതിയിൽ ത്രെഡ് വർക്ക് ചെയ്തേക്കാണ് കേട്ടോ. നല്ല ഹെവി ആയിട്ടാണ് അതിൻ്റെ ഫുൾ ബോർഡർ വർക്ക് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ സെൻറ്റർ ചെയ്തിട്ടുള്ളതും ത്രെഡ് വർക്കാണ്. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കുട്ടി കുട്ടി സ്വീക്വൻസും വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇഷ്ടം പോലെ ഷോളിൻ്റെ കളക്ഷൻസും ഉണ്ട്. ബാക്കിയൊക്കെ അവരവിടെ റെഡിയാക്കി വരുന്നതേ ഉള്ളൂ കേട്ടോ. സിമ്പിൾ ടു ഹെവി വർക്കിലുള്ള കുറേ അധികം ഷോൾസിൻ്റെ കളക്ഷൻസും ഉണ്ട്. അങ്ങനെ A to Z നമുക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ നാളെ ഇനി ഇനാഗുറേഷനാണ്. അപ്പോൾ പറ്റുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് നാളെ പോകണം എന്നുണ്ട് കുറച്ച് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട്. അവർ ഇനാഗുറേഷൻ കഴിയാതെ അവർ വിൽക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നും വാങ്ങാനൊന്നും പറ്റിയില്ല. അപ്പോൾ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കരുനാഗപ്പള്ളി SBM ഹോസ്പിറ്റലിന് നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ നാളെ ഇനാഗുറേഷനാണ്. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ പറയാം, നമുക്ക് അവിടെ വെച്ച് മീറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ മിക്കവാറും പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ റോഡ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വശത്തുകൂടി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.